നാടിനെ വരൾച്ച ബാധിച്ചു. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെയായി. പക്ഷികൾ പോലും അവിടെ വരാതായി. അങ്ങനെയിരിക്കെ ഒരു ഗുരു ആ നാട്ടിലെത്തി. അവിടെയുള്ള നാൽക്കവലയിൽ അദ്ദേഹം നൃത്തമാടാൻ തുടങ്ങി. മണിക്കൂറുകൾ നൃത്തം ചെയ്തപ്പോൾ മഴ പെയ്തു. ഗ്രാമം വീണ്ടും പൂത്തുലഞ്ഞു. ചില യുവാക്കൾ പറഞ്ഞു, നൃത്തമാടിയാൽ മഴ പെയ്യുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ മഴ പെയ്യിച്ചേനെ. പക്ഷേ അവിടെയുള്ള മുതിർന്നവർ ഗുരുവിനെ വിട്ടയച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരൾച്ച വന്നു. ചെറുപ്പക്കാർ നൃത്തം ചെയ്യാൻ തയ്യാറായി വന്നു. ഗുരുവും അവരുടെ കൂടെ കൂടി. ഒരു ദിവസം നൃത്തം ചെയ്തപ്പോഴേക്കും എല്ലാവരും മടുത്ത് നിർത്തി. ഗുരു പിന്നെയും തുടർന്നു. 30-ാം മണിക്കൂറിൽ മഴ പെയ്തു. യുവാക്കൾ പറഞ്ഞു, ക്ഷമിക്കണം, ഗുരു നൃത്തം ചെയ്താലേ മഴ പെയ്യൂ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഗുരു പറഞ്ഞു, നിങ്ങൾ നൃത്തം ചെയ്തത് മടുക്കുവോളമാണ്. ഞാൻ നൃത്തം ചെയ്തത് മഴ പെയ്യുവോളമാണ്. സമയമനുസരിച്ചും പ്രവർത്തിക്കാം, ദൗത്യമനുസരിച്ചും പ്രവർത്തിക്കാം. ആദ്യ കൂട്ടർക്ക് ഘടികാരമാണ് അടിസ്ഥാനം. അവർ എല്ലാം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും പഞ്ചിങ് അനുസരിച്ചായിരിക്കും. അവർക്ക് കൃത്യസമയത്ത് വിശക്കുകയും യഥാസമയം ക്ഷീണം തോന്നുകയും ചെയ്യും. നിർദ്ദിഷ്ട സമയത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനിപ്പിക്കാൻ അവർ ഒരു നിമിഷം പോലും വൈകില്ല. ദൗത്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രധാനം. അവർ ഒരിക്കലും വ്യക്തിഗത ഒഴിവുകഴിവുകൾ കണ്ടെത്തില്ല. തുടങ്ങിയവ പൂർത്തിയാകാതെ അവർ പിൻവാങ്ങില്ല. തങ്ങളുടെ അസൗകര്യങ്ങളെക്കാൾ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഗൗരവമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു കാര്യവും അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല.